ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് കൂടുതൽ പേർക്കും മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യലി കുറച്ച് സ്റ്റെബിലിറ്റി കുറവായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഭദ്രത കുറേയധികം ഇൻ കേസ് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ളവർ ആളാണെങ്കിലും കൂടുതലായിട്ട് ഫിനാൻസിനോട് അല്ലെങ്കിൽ മണി അതായത് കൂടുതൽ പണം സമ്പാദിക്കണം എന്നുള്ള രീതിയിൽ കൂടുതലും ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്ക് കുറേയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു വ്യക്തിയാണ്. പണത്തിന് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഒരുപാട് അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് പോലും ഇവർക്ക് വളരെ വേണ്ടപ്പെട്ടവർ തന്നെ ഇവരെ ഫിനാൻഷ്യലി ഈ ഒരു പേഴ്സൺ ഇച്ചിരി ഒരു ഇഷ്ടക്കൂടുതലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഒരു പേഴ്സണെ പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പേഴ്സൺ വീഴും, അല്ലെങ്കിൽ അവരുടെ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരു കുറച്ച് പൈസ കൊടുത്ത് കൂടുതൽ ലാഭം നേടുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആൾ ക്യാച്ച് ചെയ്യും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കെണിയിൽ പെടുത്തിയിട്ടുണ്ടാവാം. സോ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തി കൂടുതലും ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്നതാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാം. സോ അതുകൊണ്ട് തന്നെ മേ ബി കുറച്ച് പേരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടം വരും എന്നൊക്കെ നിങ്ങൾ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ തടയുമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് മറച്ചു വെച്ചിട്ട് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബേർഡൻ ഈ ഒരു സമയത്ത് അവർ അനുഭവിക്കുന്നുണ്ട്. സോ 5 സ്വാട്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ അവർ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ, സോ ഈ 3 കാർഡും കണക്ട് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും. മേ ബി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ പോയി ഒരുപാട് അവരുദ്ദേശിച്ച പോലെ ഒന്നും തന്നെ ആയിട്ടില്ല. പകരം ഒരുപാട് ബേർഡൻ, ഒരുപാട് ഭാരം അവരുടെ തലയിലായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്നുള്ള അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടത്, ലൈഫിൽ ഇനി എന്ത് ചെയ്താലാണ് പഴയതുപോലെയെങ്കിലും ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നത് എന്നൊക്കെ പോലും ഒരു ഐഡിയ ഇല്ലാതെ അവർ നിൽക്കുന്നുണ്ട്. സോ അത്തരമൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങളോട് കുറച്ച് പേരെങ്കിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിനെ ചൊല്ലി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടാവാം. കുറച്ച് പേരെങ്കിലും ഒരു ക്ലാരിറ്റിയിൽ അതിപ്പോഴും നിൽക്കുന്നുണ്ട്. സോ ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെന്ന് ചാടുമെന്ന് അറിയാം നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളൊരു നോ പറയും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ക്ലാരിറ്റി തരാണ്ട് തന്നെ അവർ മാറി നിൽക്കുന്നുണ്ട്. സോ ഒരു ബിസി ആയിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സമയത്തൊരു പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ഇവിടെ 7 ഓഫ് വാൻഡ്സ് ആയിക്കോട്ടെ, ക്യൂൻ ഓഫ് കപ്സ് ആയിക്കോട്ടെ ഒക്കെ ഒരു എനർജി തരുന്നത് അവർ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവർ ഈ ഒരു സമയത്ത് പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് ഒരുപാട് ശരിയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പല തവണ നിങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അതൊക്കെ തന്നെ എത്രത്തോളം ശരിയായിരുന്നു എന്നൊക്കെ അവർക്ക് ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ തിരിച്ചറിയുന്നുണ്ട്. അവർക്ക് കൂടെ നിന്നവരെ ചതിച്ചത് ആരാണ്, അല്ലെങ്കിൽ ഒരുപാട് അവരുടെ നന്മ ആഗ്രഹിച്ച് മുന്നിലേക്ക് വന്നത് ആരാണെന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇനി അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവരും അവരായിട്ട് തന്നെ മാറാൻ ശ്രമിക്കുന്നുണ്ട്. ആ കൂടെ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ കുറേ കൂടി ബെറ്ററായിട്ട് തന്നെ അവർക്ക് ലൈഫ് കൊണ്ടുപോകാൻ പറ്റും. പഴയതുപോലെ തന്നെ ലൈഫ് ആക്കി എടുക്കാൻ പറ്റും എന്ന് അവർ കരുതുന്നുണ്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഫിനാൻഷ്യലി ഒന്നും തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു മെൻ്റലി ഒക്കെ തന്നെ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും എന്ന് അവർക്കൊരു വിശ്വാസമുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കണം ഇവിടെ 8 ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർ ട്രൈ ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്താനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. മനസ്സോടെ ആണെങ്കിലും മനസ്സിലാതെ ആണെങ്കിലും ഒരു അബദ്ധം പറ്റി, അത് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനായിട്ട് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ നിന്നിട്ടുള്ളതും അവർക്ക് വേണ്ടപ്പെട്ട ആരോ ആണ്. മേ ബി അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ അത്രയും വിശ്വസിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ആ ഒരു പേഴ്സണെ വിശ്വസിച്ച് പോയി അതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടേക്ക് കൂടുതലും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടി വന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിലൊരു സ്റ്റക്ക് സിറ്റുവേഷൻ വന്നു. പക്ഷേ ഇപ്പോൾ അവർ ഭയങ്കരമായിട്ട് അതിൽ വിഷമിക്കുന്നുണ്ട്. അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ സപ്പോർട്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പഴയതുപോലെ എങ്കിലും ലൈഫ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്ന് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഓവറോൾ കിട്ടുന്നത്. ഓക്കെ, ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം.
ഓക്കെ, ഇവിടെ ക്ലാരിഫൈ ചെയ്ത സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന 4 കാർഡ്സാണ് കാണുന്നത്. മജീഷ്യൻ കാർഡ് കിട്ടിയിട്ടുണ്ട്, എംപറർ കാർഡ് കിട്ടിയിട്ടുണ്ട്, നൈറ്റ് ഓഫ് സ്വാർട്സ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ സൺ കാർഡും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിൽ തന്നെയാണ്. എന്നാലും അവർ ഒന്ന് ഫൈറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് വരണമെന്ന് കരുതുന്നുണ്ട്. നൈറ്റ് ഓഫ് സ്വാർട്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിലും ഈ ഒരു സാധ്യത ഒരുപാട് തടസ്സങ്ങൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ ഒരുപാട് സ്ട്രെങ്തോട് കൂടി തന്നെ നേരിടാനായിട്ടുള്ള ഒരു ഒരു മനസ്സൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അത് എങ്ങനെയെങ്കിലും നേരിടണം. ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും അതൊക്കെ തന്നെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരണം എന്ന് അവർക്ക് ഒരു തോന്നലുണ്ട്. അല്ലെങ്കിൽ അത്തരം തോന്നലുകൾ അവരുടെ മനസ്സിലൂടെ ഒരുപാട് വരുന്നുണ്ട്. സോ അതിനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ മജീഷ്യൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു കാർഡ് അടിച്ച് നോക്കുകയാണെങ്കിലും അവർ ഒരു മാജിക് പോലെ തന്നെ, ഒരു മിറക്കിൾ പോലെ തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഒരുപാട് കാണുന്നുണ്ട്. ഒരു മജീഷ്യൻ കാർഡ് അടിച്ച് നോക്കുകയാണെങ്കിൽ തന്നെയും ഒരു മിറക്കിൾ പോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് അവർ പോലും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ചുറ്റിനും ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ ഫൈറ്റ് ചെയ്ത് വരാനായിട്ടുള്ള ഒരു എനർജി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത്തരം രീതിയിൽ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്നാൽ കൂടിയും ഒരു ഡോറും ഓപ്പൺ ആവാത്ത പോലൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാര്യവും ഓക്കെ ആവുന്നില്ല. ഇനി എങ്ങനെയാണ് ഒരു റീബർത്ത് ഉണ്ടാവുന്നതെന്നൊക്കെ ആലോചിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരുപക്ഷെ അവർ പോലെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സമയത്ത് അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം വന്നെടുക്കുമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആവണം ഒരു മജീഷ്യൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടത് സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. സൺ കാർഡിൻ്റെ ഒരു എനർജി പോലും ഒരു ന്യൂ ബിഗിനിങ് ആണ്, ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് സൂചിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എടുത്തു പറയാൻ സാധിക്കും ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഏതൊരു രീതിയിലുള്ള വിഷമങ്ങളാണോ നിങ്ങളായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ ഫീൽ ചെയ്യുന്നത്, അതൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനൊരു റീബർത്ത് ഉണ്ടാവുകയും വീണ്ടും ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യവും ഇവിടെ ക്ലാരിഫൈ ചെയ്ത സമയത്ത് വളരെയധികമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന യൂണിവേഴ്സൽ മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ കിട്ടിയിട്ടുള്ള 2 കാർഡ്സ് യൂണിവേഴ്സൽ മെസ്സേജസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള 2 കാർഡ്സാണ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെക്സ്റ്റഡ് എന്നുള്ളൊരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് പോകേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയുണ്ട് അതിൽ. അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ചസ് വരും എന്ന് തന്നെ ബിലീവ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കറണ്ട് സിറ്റുവേഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു ആവശ്യകത കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സാഹചര്യമായിട്ട് ഇപ്പോൾ ഭയങ്കര വിഷമമായിട്ടുള്ളൊരവസ്ഥയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു സാഹചര്യമൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. കാരണം ഒരു ഡെഫിനറ്റ്ലി ഒരു ചേഞ്ച് എന്തായാലും എന്താണ് ഈ സമയം കടന്നു പോകുമെന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ഡ്യൂറേഷൻ ഉണ്ട്. സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ തന്നെ ഒരു ഫ്ലക്ച്വേഷൻസ് വരും, എപ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ് എന്ന് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ഒരു പക്ഷേ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. യൂണിവേഴ്സ് തന്നെ ഒരു പക്ഷേ പരീക്ഷിക്കുന്നതായിരിക്കാം. നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്ട്രോങ് ആകാനും നിങ്ങൾ പരസ്പരം ഒന്നുകൂടി മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ വാല്യൂ റിയലൈസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ടൈം ആയിരിക്കാം ഇത്.